അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും കൊടുങ്കാറ്റായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയം. ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 200% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്കയുടെ സൗജന്യ മരുന്ന് ഇറക്കുമതി നയത്തിന് വിരാമമിടുന്നതാണ്. ഈ നയം രാജ്യത്തെ മരുന്ന് വില കുത്തനെ ഉയർത്താനും അതുപോലെ ക്ഷാമം സൃഷ്ടിക്കാനും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഒരു ചെറിയ ആശ്വാസം അതുള്ളത് ഇന്ത്യക്കാണ്. പരിശോധിക്കാം കാര്യങ്ങൾ എന്താണെന്ന്. ആദ്യം എന്താണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നയം എന്നറിയാം. അമേരിക്കയുടെ ദേശീയ സുരക്ഷ മുൻനിർത്തി ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് 1962 സെക്ഷൻ 232 പ്രകാരമാണ് ട്രംപ് ഭരണകൂടം ഈ ഒരു നീക്കത്തിന് ഒരുങ്ങുന്നത്. COVID-19 മഹാമാരിയുടെ സമയത്ത് മരുന്ന് ക്ഷാമവും വിതരണ ശൃംഖലയിലുണ്ടായ തകർച്ചയും ഒരു പാഠമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനൊരു നീക്കം നടത്തിയത്. തദ്ദേശീയമായി മരുന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 15% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിരക്കാണ് 200% വരെയായി ഉയർത്താൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരാൻ ഏകദേശം 1.5 വർഷം വരെ കാലതാമസം ഉണ്ടാകാമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇനി ഇത് ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കുമെന്നൊന്ന് പരിശോധിക്കാം. ഈ ഒരു നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, ദോഷകരമായി ബാധിക്കുക സാധാരണക്കാരെയാണ്. മരുന്ന് വിലയിൽ നേരിട്ടുള്ള വർധനവിന് ഇത് കാരണമാകുമെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇതിലൂടെ സ്ഥിര വരുമാനം മാത്രമുള്ള വയോധികരും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങളുമായിരിക്കും ഈ ഒരു നയത്തിന്റെ ആഘാതം ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു മരുന്നിന് 25% തീരുവ ചുമത്തിയാൽ പോലും അമേരിക്കയിൽ അതിന്റെ വില 10 മുതൽ 14% വരെ വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. ജനറിക് മരുന്നുകൾ നേരിടുന്ന വെല്ലുവിളികളാണ് ഇനി പരിശോധിക്കുന്നത്. അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന കുറിപ്പടി മരുന്നുകളിൽ 92% ജനറിക് മരുന്നുകളാണ്. വളരെ കുറഞ്ഞ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനികൾക്ക് ഉയർന്ന തീരുവ താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ പല കമ്പനികളും US വിപണിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് മരുന്ന് ക്ഷാമത്തിന് കാരണമാകും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയുള്ള ജനറിക് മരുന്നുകളുടെ ലഭ്യത കുറഞ്ഞാൽ അത് അമേരിക്കയുടെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുന്നത്. ഇനി വിതരണ ശൃംഖല പുനർനിർമ്മിക്കുക എന്നതൊരു വലിയ വെല്ലുവിളിയാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയിലെ മരുന്ന് കമ്പനികൾ തങ്ങളുടെ ഉൽപാദനം ചൈന, ഇന്ത്യ, അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഇതിന്റെ ഫലമായി തന്നെ കഴിഞ്ഞ വർഷം മാത്രം US-ന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര കമ്മി ഏകദേശം $150 ബില്യൺ അടുത്താണ്. അമേരിക്കയിലെ 97% ആന്റിബയോട്ടിക്കുകളിലും 92% ആന്റിവൈറൽ മരുന്നുകളിലും 83% ജനറിക് മരുന്നുകളിലും ഉപയോഗിക്കുന്ന പ്രധാന ഘടകങ്ങൾ വിദേശത്ത് നിർമ്മിക്കുന്നതാണ്. ഒരു പുതിയ ഉൽപാദനശാല സ്ഥാപിക്കാൻ വർഷങ്ങൾ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു നയം വളരെ വേഗത്തിൽ നടപ്പാക്കാൻ സാധ്യമല്ല. എന്തായാലും ചില വലിയ മരുന്ന് കമ്പനികളായ റോഷ്, ജോൺസൺ ആൻഡ് ജോൺസൺ തുടങ്ങിയവർ അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ലഭിച്ച ആശ്വാസം എന്താണ് അതൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ ജനറിക് മരുന്നുകളുടെ വലിയൊരു പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നുമുണ്ട്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് സെക്രട്ടറി ജനറൽ സുദർശൻ ജെയിൻ പറയുന്നതനുസരിച്ച് ജനറിക് മരുന്നുകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അമേരിക്കയുടെ ഈ ഒരു പുതിയ തീരുവ നയത്തിൽ നിന്ന് ഇന്ത്യയെ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട്. US-ലേക്കുള്ള മരുന്ന് ഇറക്കുമതിയുടെ ഏകദേശം 6% ഇന്ത്യയിൽ നിന്നാണ്. ഈ ആശ്രയം കാരണം അമേരിക്കയ്ക്ക് ഒറ്റയടിക്ക് ഇന്ത്യക്ക് മേൽ തീരുവ ഏർപ്പെടുത്താൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ നയത്തിനെതിരെ കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമായിരിക്കില്ലെന്നും കോൺഗ്രസിന്റെ കൂടി അനുമതി ആവശ്യമാണെന്നും ഫെഡറൽ സർക്യൂട്ട് അപ്പീൽ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. തീർച്ചയായും ഈ ഒരു നയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒന്നുകിൽ സ്വന്തമായിട്ട് മരുന്ന് ഉൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുക, അല്ലാത്ത പക്ഷം കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന നയങ്ങൾക്കിടയിൽ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ നടത്തേണ്ടി വരും. ഇത് അമേരിക്കൻ ജനതയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമായ തീരുമാനമാണ്.